നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പദ്ധതി വിഹിതം ഉൾപ്പെടെ വെട്ടിക്കുറച്ച 73,85,000 രൂപ നൽകണമെന്നും പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രമേയം. സംസ്ഥാന സർക്കാരിന്റെ 2026-2027 സാമ്പത്തിക വർഷത്തിലെ പുതുക്കിയ ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംഖ്യയിൽ ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു. ഇതിന്റെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ ആകെ 1,533 കോടി രൂപയും ത്രിതല പഞ്ചായത്തുകൾക്ക് 741.21 കോടി രൂപയുടെ വെട്ടിക്കുറവുമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ പ്ലാൻ ഫണ്ടിൽ ബജറ്റ് അനുസരിച്ച് 11,03,000 രൂപയും പട്ടികജാതി ഘടക പദ്ധതിയിൽ 23,38,000 രൂപയും അടക്കം 34,41,000 രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി വിഹിതം ഉപയോഗിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ചൂണ്ടിക്കാട്ടി. നേരത്തെ ഭരണാനുമതി ലഭിച്ച ജനോപകാരപ്രദമായ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 64,32,000 രൂപ ലഭിച്ചപ്പോൾ ഈ വർഷം 24,88,000 ചുരുക്കി. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിനത്തിൽ 39,40,000 രൂപയുടെ നഷ്ടമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഉണ്ടായിട്ടുള്ളത്. 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി വിഹിതത്തിലും 16ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിലും വൻ വെട്ടിക്കുറവ് വന്ന സാഹചര്യത്തിലാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രമേയം പാസാക്കിയത്. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പദ്ധതി വിഹിതം ഉൾപ്പെടെ വെട്ടിക്കുറച്ച 73,85,000 രൂപ നൽകണമെന്നും പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PD നെൽസൺ അവതാരകനും വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ പിന്താങ്ങിയ പ്രമേയമാണ് അവതരിപ്പിച്ചത്. കൊറിയർ പാർസൽ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്തിവന്ന സംഘത്തിനെ 6 കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഹൈദരാബാദിൽ നിന്നുമാണ് പാലക്കാട് അലനല്ലൂർ സ്വദേശി പാലക്കാത്തൊടി വീട്ടിൽ 25 വയസ്സുള്ള അഭിഷേകിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ആളൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ജനുവരിയിലാണ് കൊമ്പിടിഞ്ഞാമാക്കലിൽ വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6 കിലോഗ്രാം കഞ്ചാവുമായി ചാലക്കുടി മൂഞ്ഞേലി അമ്പൂക്കൻ വീട്ടിൽ 28 വയസ്സുള്ള ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ 25 വയസ്സുള്ള ഷൈൻ ഷിജു എന്നിവരെ ആളൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. ഇവർക്ക് കഞ്ചാവ് അയച്ചുകൊടുത്ത പ്രധാന പ്രതിയായ ഇടുക്കി തൊടുപുഴ ഒളമറ്റം സ്വദേശി ചെറ്റാരിക്കൽ വീട്ടിൽ അലൻ മാത്യുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഈ കേസിലെ 1ാം പ്രതിയായ ജിത്തു വർഗീസുമായി അഭിഷേക് ഓൺലൈൻ വഴി പണമിടപാടുകൾ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് അഭിഷേകിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊറിയർ മാർഗം ജിത്തു വർഗീസിന് കഞ്ചാവ് അയച്ചു കൊടുത്തതെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഷേകിനെ പോലീസ് പ്രതി ചേർത്തത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI അമൽ ജോസ്, ഗ്രേഡ് SI മിനിമോൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർ വിശാഖ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇല്ലിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ താഴെ വെള്ളമൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ തടികളും മറ്റു വസ്തുക്കളും അടിഞ്ഞുകൂടിയിരിക്കുന്നത് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് സ്ഥലം സന്ദർശിച്ച അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വെള്ളമൊഴുക്ക് തടസ്സപ്പെടുമ്പോൾ സമീപ പ്രദേശങ്ങളിൽ താഴ്ന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് വെള്ളത്തിനടിയിലാകുന്നത് മൂലം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പല ഭാഗങ്ങളിലും ബലക്ഷയം ഉണ്ടായിട്ടുണ്ടെന്നും ഇതിലേക്ക് വിശദമായ റിപ്പോർട്ടും എസ്റ്റിമേറ്റും തയ്യാറാക്കാനും തോമസ് ഉണ്ണിയാടൻ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചിന്ത ധർമ്മരാജൻ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ, മുൻ കൗൺസിലർ അബ്ദുള്ളക്കുട്ടി, മിനി മോഹൻദാസ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനൊപ്പം ഉണ്ടായിരുന്നു.
ഇതേമാതിരി ഇപ്പൊ അത് കാരണം ഇവിടെ വെള്ളം പോണില്ല. കാണുമ്പോ ഇങ്ങനെ ബ്ലോക്കായി എടുക്കാം ക്രോസ് ആയിട്ട്. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച MLA എക്സലൻസി അവാർഡ് വിതരണവും ആദരണീയവും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരുമ്പൻ, സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെയും KC ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഡോണി ജോർജ് സുവോളജിക്കൽ ലാബിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക്, PTA പ്രസിഡന്റ് PP റപ്പായി, കത്തീഡ്രൽ ട്രസ്റ്റി ജിജി പള്ളായി, ജൂബിലി പ്രോഗ്രാം കൺവീനർ ടെൽസൺ കോട്ടോളി, ഹെഡ്മിസ്ട്രസ് റീജ ജോസ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ഷീജ, സ്റ്റാഫ് സെക്രട്ടറി ഷാലി AT, സ്കൂൾ ചെയർമാൻ ഗോഡ്സൺ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ദേശീയ അവാർഡിന് അർഹനായ ടെൽസൺ കോട്ടോളിയെ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. നമ്മുടെ വിദ്യാലയം ഈ നാടിനേറെ ആവശ്യമുള്ള നമ്മുടെ കുട്ടികളെ മികവിന്റെ താരങ്ങളാക്കി മാറ്റുന്നതിന് നമ്മുടെ നാടിനെയും നമ്മുടെ സംസ്ഥാനത്തെയും ഒക്കെ വളരെ വലിയ നിലയിലേക്ക് ഉയർത്തുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഏറെ ആവശ്യമാണ് എന്ന് തന്നെയാണ്. പരീക്ഷ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ തിരക്കുന്നുണ്ട്. ഓരോ വിദ്യാലയത്തിലും എങ്ങനെയാണ് വിജയ ശതമാനം, എത്ര പേര് ഫുൾ A+ വാങ്ങുന്ന കുട്ടികളായി വിജയിക്കുന്നുണ്ടായി എന്നൊക്കെ അന്വേഷിക്കുക സ്വാഭാവികമാണ്. നിങ്ങളെല്ലാവരും അന്വേഷിക്കും. അങ്ങനെയുള്ള അന്വേഷണം നടത്തിയ സന്ദർഭത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടിയാണ് സെന്റ് മേരീസ് വിദ്യാലയത്തിന്റെ റിസൾട്ട് ഞങ്ങളുടെയൊക്കെ അറിവിലെത്തിച്ചത്. ഇന്ന് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ഏറ്റവും വലിയ വിജയം കൈവരിച്ച വിദ്യാലയം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് സെന്റ് മേരീസ് വിദ്യാലയമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് വിഭാഗത്തിലും 100% വിജയം ലഭിച്ച വിദ്യാലയമില്ല. ഇത്രയും അധികം കുട്ടികളെ ഫുൾ A+ വാങ്ങി വിജയിപ്പിച്ച വിദ്യാലയമില്ല. 50 കുട്ടികൾ പ്ലസ് 2 വിഭാഗത്തിൽ നിന്നും 25 കുട്ടികൾ SSLC വിഭാഗത്തിൽ നിന്നും അങ്ങനെ 75 കുട്ടികൾ. കുട്ടികളിൽ സന്തോഷം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇരിങ്ങാലക്കുട വെസ്റ്റ് ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന യൂത്ത് എംപവർമെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട മേഖലയിലെ എല്ലാ അംഗൻവാടികളിലും ചിത്രരചന കളറിംഗ് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വെസ്റ്റ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഭാസി രാജ് AP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് എംപവർമെന്റ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ്, വെസ്റ്റ് ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ജോൺ TA, ട്രഷറർ ഷാജൻ ചക്കാലയ്ക്കൽ, അംഗൻവാടി സൂപ്പർവൈസർ ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു. സ്വയം തന്നെ വരയ്ക്കുന്നവരും അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന ആളുകൾ നമുക്ക് ഓൾറെഡി നിലവിലുണ്ട് അല്ലേ. നമുക്ക് ജനിക്കുമ്പോൾ തന്നെ പല കഴിവുകളുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ പല സാഹചര്യങ്ങളിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കാനോ പലർക്കും സാധിക്കാറില്ല. അപ്പോൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്താനും അത് പരിപോഷിപ്പിക്കാനും ഇതുപോലെയുള്ള ലയൺസ് ക്ലബ്ബുകൾ തയ്യാറാകുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു വികസനത്തിന് ഒരു മുന്നോട്ട് നയിക്കാനുള്ള ഒരു ത്രാണി കൂടി നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് ഇതുപോലുള്ള ഒരു പ്രോത്സാഹനം. നമ്മൾ പലതും ചെറുത് എന്ന് കരുതുന്ന പലതും നമ്മുടെ മാനസികമായും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശികമായും ഉൾക്കൊള്ളാൻ വളരെ പ്രയോഗമുള്ള അല്ലെങ്കിൽ പ്രയോജനമുള്ള പല കാര്യങ്ങളാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അല്ല, ഒരു കുട്ടിക്ക് ഇന്ന് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമുക്ക് മൊബൈലും സാങ്കേതിക വിദ്യയും എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ
അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിപ്പോകുന്നത് അല്ലേ. ഈ ഒരു വര അല്ലെങ്കിൽ ഒരു കല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല രീതിയിലുള്ള ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ അധികം കളിക്കാതെയും അല്ലെങ്കിൽ കളിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവർ മറ്റ് രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് തുഫാനൊക്കെ വരേണ്ട ഒരു കാലഘട്ടം ഉണ്ടായത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.